ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഡിഷ് ഏതാണെന്ന് വെച്ചാൽ ചക്കക്കുരുമാങ്ങയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത്. ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരു ചെറുതായിട്ട് മുറിച്ച ശേഷം നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്ത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പം ചക്കക്കുരു എത്രയാണ് എടുത്ത് അത് നെകുമ്പനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാൻ വെക്കുകയാണ്. അതിനുശേഷം ഒരു അടപ്പെടുത്ത് നന്നായിട്ട് മൂടി വെക്കണം. ഇനി അടുത്ത് നമ്മൾ ഇതിന് വേണ്ട അരപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മുടെ ചക്കക്കുരു വെന്തോ എന്ന് നോക്കുന്നതോടൊപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. കാരണം അടിയിൽ പിടിക്കാൻ പാടില്ല. ഇതിന് പുളിയായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 കോല് മുരിങ്ങക്കോലും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ചക്കക്കുരു വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കുക. അതിനോടൊപ്പം ചക്കക്കുരുടൊപ്പം തന്നെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളും കൂടെ ചേർത്ത് വേവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ചേർത്ത ശേഷം ഇത് ബാക്കി കോലും അതുപോലെ പച്ചമാങ്ങയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് മൂടി വെക്കണം. ഇപ്പോൾ നമ്മൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത ചക്കക്കുരുവിനെ നമ്മൾ കടിക്കുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നതും കറിക്ക് കൊഴുപ്പ് കിട്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അതിൽ നിന്ന് അരപ്പ് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എപ്പോഴും കുറച്ച് കുറുകിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെസ്റ്റ്. അപ്പം അതോടൊപ്പം നമുക്ക് തിളപ്പിച്ച് എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തിളച്ച വട നമ്മളിനി കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. 1 സ്പൂൺ കടുക് പൊട്ടിക്കുക. കുറച്ച് സവാള ഇട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, അതിൽ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അവസാനം നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കുമ്പോഴാണ് അത് കറിക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിരുചികരമായിട്ടുള്ള ചക്കക്കുരുമാങ്ങ റെഡിയായിരിക്കുകയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക.